ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധകൾക്കുമായി എൻ്റെ വിത്ത് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയ് മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ കുടുംബവുമായി തൻ്റെ മക്കൾ തൻ്റെ കൂടെ ജീവിക്കാനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ തൻ്റെ ജോലിയിൽ ഒരു വലിയ ഉയർച്ച, ഹല്ലേലൂയ, എല്ലാ പ്രതികൂലങ്ങളും മാറി തന്നെ ആ ദേശത്തിൽ ദൈവം സ്വസ്ഥമാക്കേണ്ടതിനായിട്ടും അതേപോലെ ദൈവം അത്ഭുതകരമായി തനിക്കൊരു പുതിയ ജോലിയുടെ വഴി തുറന്നു കൊടുക്കേണ്ടതിനായിട്ടും തൻ്റെ മാതാവിനെ പിതാവിനെ ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ ദൈവം ഒരത്ഭുതം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ കരുതേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും, ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എസ്പെഷ്യലി ഈ കോടതിയിൽ ഭയങ്കരമായൊരു അത്ഭുതം സംഭവിക്കുവാൻ പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അത്ഭുതകരമായൊരു വിടുതൽ തൻ്റെ മക്കളുടെ വിഷയത്തിനകത്ത് ദൈവം കൊടുക്കുവാൻ പോകുന്നതിനായി നന്ദി, വഴി തുറന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുത വിടുതൽ. അതേപോലെ തൻ്റെ മാതാപിതാക്കളെ തൻ്റെ ജോലിയുടെ വിഷയത്തെ സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി, വലിയ വിടുതൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്ന തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു ഈ വചന സന്ദേശം എൻ്റെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി തീരും? കാരണം 119 സങ്കീർത്തനം 105 വാക്യം പറയാണ്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ. വ്യക്തതയില്ലാത്ത, മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിനകത്ത് ഇതാ തമ്പുരാൻ്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ പാതയെ തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റികലാണ്. ഈ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം നിന്നെ സൗഖ്യമാക്കുന്നതാണ്. സദൃശവാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ഈ വചനം എന്നെയും നിങ്ങളെ ഉയർത്തുന്നതാണ്. വചനത്തെ വിശ്വസിക്കുന്നതിനോട് ഞാൻ ഒരു പദം ഒന്ന് കയറി പറയുകയാണ്. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 1 വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിന്നെ ജീവിപ്പിക്കും. ഈ വചനം നിന്റെ വഴിയെ തുറക്കും. ഈ വചനം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. കാരണം വചനത്തെ വാളിനോടാണ് ഉപമിക്കുന്നത്. നിനക്ക് മുമ്പോട്ട് പോകാൻ വഴി തെളിക്കുന്നതാണ് വചനം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 6 യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. ഈ വചനം എന്നെ ജീവിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഈ സമയം മുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള തിരുവെഴുത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവെ, എന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവത്തിൻ്റെ കരം ഈ വചന സന്ദേശത്തിനകത്ത് വെളിപ്പെട്ട് വരണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുത്രത്വം എന്നുള്ള വലിപ്പത്തെക്കുറിച്ചാണ്. പുതിയ നിയമത്തിൽ ആഴമായി ശ്രദ്ധിച്ചാൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് പുത്രത്വം എന്നുള്ളത്. ദൈവം നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 3 അതിൻ്റെ 16 വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ലെന്നുള്ളത് നാം തിരിച്ചറിയുന്നു. എന്നാൽ ഈ വാക്യത്തിനകത്തൊരു ആഴമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ റോമാലേഖനം ശ്രദ്ധിക്കുമ്പോൾ ഏകജാതൻ എന്നുള്ളത് ആദ്യജാതനായി തീരുകയാണ്. റോമാലേഖനം 8 അതിൻ്റെ 29 വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഈ 2 വാക്യങ്ങളും നാം ഒരുമിച്ച് ശ്രദ്ധിക്കുമ്പോൾ, ആദ്യത്തതിൽ ഏകജാതനാണെങ്കിൽ ഇപ്പോൾ ആദ്യജാതനാണ്. തൻ്റെ ക്രൂശ് മരണത്തിലൂടെ, തൻ്റെ രക്തത്തിലൂടെ അവൻ അനേക സഹോദരന്മാരെ നേടിയെടുക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
നിങ്ങൾ ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളും ഞാനും ദൈവമക്കളായി തീരുകയാണ്. എഫേസ്യ ലേഖനം നോക്കിയാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ നമ്മെ തിരഞ്ഞെടുക്കുകയും തിരുഹിതപ്രകാരം ക്രിസ്തുയേശുവിൽ നമ്മെ ദത്തെടുത്തതുമായിട്ട് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാനും നിങ്ങളും ലോകസ്ഥാപനത്തിനു മുമ്പേ മുൻനിയമിക്കപ്പെട്ടവരാണ്. ആ മുൻനിയമിക്കപ്പെട്ടവരെ യേശുവിൽ വിശ്വസിക്കുമ്പോൾ പുത്രത്വം എന്ന പദവിയിലേക്ക് കൊണ്ടുവരികയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. 7-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ ഇനി ദാസരല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഈ 3 വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടിമത്വം ചുമന്നുകൊണ്ടിരുന്നവരെ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി പുത്രത്വം എന്നുള്ള അവകാശം തരികയാണ്. പുത്രനെങ്കിലോ നിങ്ങൾ അവകാശികളുമായി തീരുകയാണ്. ആ അവകാശത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയരെ, നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാകുന്ന രീതിയിൽ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമല്ലോ. ക്രൂശിൽ തന്ന വില നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു കഥ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വയ്ക്കുകയാണ്. ഒരു പിതാവും മകനും വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുകയാണ്. ആ പിതാവ് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് മകനും കൂട്ടുകാരും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങി. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രിക്കറ്റുകളുടെ നടുവിൽ പിതാവിന് വിലപ്പെട്ട ഒരു താറാവ് ചത്തുപോവുകയാണ്. ആ സമയത്ത് മകൻ പേടിച്ചു. മകന് എങ്ങനെയെങ്കിലും ആ താറാവിനെ കുഴിച്ചിടുവാൻ നോക്കുമ്പോൾ ആ വീട്ടിലെ ദാസൻ അത് കണ്ടു. ദാസൻ ഓടി വന്ന് തന്നെ സഹായിച്ചു. എന്നാൽ അടുത്ത ദിവസം വീണ്ടും മകനും കൂട്ടുകാരും കളിക്കാൻ ഇറങ്ങുമ്പോൾ ദാസൻ അല്ലെങ്കിൽ ആ വീട്ടിലെ വേലക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ പിതാവിനോട് പറഞ്ഞു കൊടുക്കും, പിതാവിന് വിലയുള്ള താറാവിനെ നീ കൊന്നുകളഞ്ഞു എന്ന്. അവൻ ഭാരപ്പെടാൻ തുടങ്ങി. ആ സമയം മുതൽ ആ വീട്ടിലെ വേലക്കാരൻ അല്ലെങ്കിൽ ദാസൻ അവനെ കൊണ്ട് താൻ ചെയ്യേണ്ട പണിയെല്ലാം എടുപ്പിക്കാൻ തുടങ്ങി. ഒത്തിരി ജോലി ചെയ്യിക്കാൻ തുടങ്ങി. താൻ ഓരോ ദിവസവും ക്ഷീണിതനായി തുടങ്ങി. ആ ക്ഷീണത്തിനകത്ത് ഒരു ദിവസം നേരത്തെ കിടന്നുറങ്ങുമ്പോൾ പിതാവിന് മനസ്സിലായി തൻ്റെ മകൻ തന്നിൽ നകന്നു എന്നുള്ളത്. താൻ അടുത്ത് ചെന്ന് തൻ്റെ തലയിൽ തലോടി, മകനെ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മകൻ കണ്ണുനീരോടെ എഴുന്നേറ്റ് നടന്ന സംഭവം എല്ലാം പറഞ്ഞു. നിനക്ക് വിലയുള്ള താറാവ് ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ആ പിതാവ് തൻ്റെ മകനോട് പറയുകയാണ്, 1000 താറാവിനേക്കാൾ നീ എനിക്ക് വിലയുള്ളതാണ്, കാരണം നീ എൻ്റെ മകനാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതേപോലെ സ്വന്തം പുത്രനെ ആദരിക്കാതെ അല്ലെങ്കിൽ മടിയിലിരുന്ന പുത്രനെ എനിക്ക് നിങ്ങൾക്കും പകരമായി വലിയവനായ ദൈവം തന്നു. ആ വലിയ ദൈവസ്നേഹത്തെ നാം തിരിച്ചറിയണം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ചെറിയൊരു വിലയല്ല പിതാവ് മുടക്കിയിരിക്കുന്നത്, വലിയ സ്നേഹമാണ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്കൊന്ന് പ്രാർത്ഥനയിലേക്ക് കാൽവയ്ക്കാൻ തയ്യാറാകണം. പുത്രത്വത്തിൻ്റെ വില വലിപ്പമുള്ളതാണ്. അകന്നു പോകാനുള്ളവരല്ല ഞാൻ നിങ്ങളും, പിതാവുമായി ചേർന്ന് നിൽക്കാനുള്ളവരാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15, 16 വാക്യങ്ങളിലേക്ക്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 16-ാമത്തെ വാക്യം, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പറയണം, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ഞാൻ നിങ്ങൾ പ്രാപിച്ചത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്നതിനാൽ നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നമ്മൾ നന്മ അവകാശമാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇരുട്ടിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ ഞാനും വെളിച്ചത്തിൽ ജീവിക്കേണ്ടവരാണ്. ദൈവഹിതത്താൽ അവകാശിയാകേണ്ടവരാണ്. ഞാൻ ആത്മാവിലേക്ക് ഒരു പദം വിളിച്ചു പറയട്ടെ, ദാസന്മാർക്ക് ഒന്നും അവകാശമാക്കാൻ കഴിയത്തില്ല. ഒരു വീട്ടിലെ ദാസന് അല്ലെങ്കിൽ വേല ചെയ്യുന്നവന് ആ വീട്ടിലെ നന്മകൾ കാണാൻ പറ്റും, പക്ഷെ ഒന്നും അവകാശമാക്കാനോ ഒന്നും ആസ്വദിക്കുവാനോ കഴിയത്തില്ല. എന്നാൽ പുത്രന്മാർക്ക് സകലതും അവകാശമാക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടണത്തിൽ വാലല്ല തല തന്നെയായിത്തീരും. കാരണം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ എൻ്റെയും നിങ്ങളുടെ പിതാവാണെന്ന് മനസ്സിലായാൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കഷ്ടതയിലും ഞെരുക്കത്തിലും കണ്ണുനീരിൽ നിൽക്കുന്ന ചിലവർ വിളിച്ചു പറയണം, ഈ വലിയവനായ ദൈവം എൻ്റെ പിതാവാകുന്നു, അവൻ എനിക്ക് വേണ്ടിയുള്ള സകലതും കരുതും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അപ്പൻ്റെ സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അതേ സമയത്ത് തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ആകയാൽ
പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുവിൻ എന്നാണ് പറയുന്നത്. പ്രിയ മക്കൾ. എൻ്റെ അറിവിൽ മക്കൾ 3 വിധമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. 1, എത്ര പറഞ്ഞാലും കേൾക്കാത്ത മക്കൾ. 2, നമ്മൾ നിർബന്ധിച്ചാൽ ചെയ്യുന്നവർ. 3, അപ്പൻ്റെ ഹൃദയം അറിയുന്ന, അപ്പൻ പറയുന്നതിന് മുമ്പേ ആ കാര്യങ്ങൾ ചെയ്യുന്നവർ. ഈ മക്കളെക്കുറിച്ച് അപ്പന് ഭയങ്കര അഭിമാനമായിരിക്കും. എവിടെ ചെന്നാലും ഈ മകനെക്കുറിച്ച് പറയാതെ പോകത്തില്ല. ഇതേ ഒരു അനുഭവം ലൂക്കോസിൻ്റെ സുവിശേഷം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യോർദാൻ്റെ കരയിലോട്ട് സ്നാനം കഴിഞ്ഞ് കയറി നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവ് വിളിച്ചു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന, ദൈവശബ്ദത്തിനകത്ത് മുമ്പോട്ട് പോകുന്നവരെ പിതാവ് വിളിക്കുന്ന വിളിപ്പേരാണ് പ്രിയ മക്കൾ. ആ മക്കളിലേക്ക് എത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് വളരാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒന്ന് തീരുമാനിക്കാൻ പ്രിയരെ, ദൈവവചനത്തിനകത്തുനിന്ന് ശൈശവത്തിൽ നിന്ന് ഒന്ന് വളരുവാനായിട്ട്. നിങ്ങളൊന്നുകൂടെ നോക്കേ, മക്കളുടെ 3 സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. 1, ഇൻഫൻറ്റ് സ്റ്റേജ് ഉണ്ട്. 2, യൂത്ത് സ്റ്റേജ് ഉണ്ട്. 3, മെച്ചറാകുന്ന സ്റ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവത്വമാണ്. ആരെങ്കിലും സഹായിച്ചാലേ, ആരെങ്കിലും കൈപിടിക്കുക, ആ നിലയിൽ നിന്നാലേ ആ കുഞ്ഞിന് വളരാൻ കഴിയത്തുള്ളൂ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്, അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനൊന്ന് വളരാൻ എത്ര പേർ തീരുമാനിക്കും? ഇൻഫൻറ്റ് സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഒന്ന് വളരുവാൻ നമുക്കൊന്ന് തീരുമാനിക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. എന്നെ കേൾക്കുന്നവരെ, എങ്ങനെയാ വളരുന്നതെന്ന് ചോദിച്ചാൽ, വചനത്തിനകത്താണ് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ഈ വചനത്തിനകത്ത് നിങ്ങൾക്ക് വളരാൻ പറ്റിയാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഈ വചനത്തിനകത്തൊരു കുഞ്ഞു വളരാൻ തുടങ്ങിയാൽ അവൻ അധികാരം എന്താണെന്ന് മനസ്സിലാകാൻ തുടങ്ങും. അവൻ്റെ ജീവിതത്തിനകത്ത് വളർച്ച സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നു മുതൽ നിങ്ങൾ വചനത്തിൽ ബലപ്പെടുമെങ്കിൽ നിങ്ങൾ വളരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. കുഞ്ഞു വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ അധികാര പരിധികൾ വർദ്ധിക്കും. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നട്ടവനും നനച്ചവനും എവനുമല്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. ദൈവം നിങ്ങളെ വളരുമാറാക്കും. ദൈവത്തിൻ്റെ ശക്തമേറിയ ഇടപെടൽ നമ്മെ വളരുമാറാക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. പുത്രത്വത്തിൻ്റെ അധികാരത്തിലേക്ക് ഒരാൾ കാലുവെച്ചാൽ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ നടന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തും ആ അധികാര തലങ്ങൾ തുറന്നു വരും. ഭൂതങ്ങളെ കീഴടക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഇതാ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഈ വാക്യത്തിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരുവാൻ കഴിയും. നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇൻഫൻറ്റിൽ നിന്ന് യൂത്തിലേക്കും, യൂത്തിൽ നിന്ന് ഒരു മെച്ചൂറിലേക്കും വളരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു അധികാര തലത്തിലോട്ട് വളർന്നു വരാൻ പോവുകയാണ്. ആ വളർന്നു വരുന്നവരോട് ദൈവത്തിന് പറയാനുള്ളത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഒരാൾ പുത്രത്വത്തിൽ വളരാൻ തുടങ്ങിയാൽ അവൻ്റെ മേളിൽ ദാസ്യത്വത്തിൻ്റെ ശക്തി മാറും. എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും കൊടുത്താലേ അവൻ കഴിക്കത്തോളൂ, ആരെങ്കിലും നടത്തിയാലേ നടക്കത്തോളൂ എന്നുള്ള തലം വിട്ടിട്ട് നിനക്ക് സ്വന്തം അധികാരത്തിൽ ജീവിക്കാൻ പറ്റാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1 പുത്രത്വത്തിൻ്റെ അധികാരം നിങ്ങൾ ഉപയോഗിക്കും. 2 ഭയം നിങ്ങളിൽ കാണാതാകും. യേശുവിന് ഇളകി മറിയുന്ന കടലിനെയോ കാറ്റിനെയോ കണ്ടാൽ ഭയമില്ലായിരുന്നു. കാരണം പുത്രനായ യേശുവിന് അതിൻ്റെ മേളിൽ അധികാരമുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിരോധമായി ചലിക്കുന്ന എല്ലാ എതിരുകളുടെ മേളിലും നിങ്ങൾക്ക് അധികാരം വെളിപ്പെടാൻ തുടങ്ങും. 1 പുത്രത്വത്തിനകത്ത് ഒരു വലിയ അധികാരത്തിൻ്റെ കൈമാറ്റം. 2 നമ്മുടെ മേളിൽ ദാസ്യത്വത്തിൻ്റെ ആത്മാവ് മാറാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ, നന്മകൾ പ്രാപിക്കാൻ പറ്റാത്ത രീതിയിൽ എവിടെയോ ജീവിതത്തിനകത്ത് ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ മാറിയിട്ട് നിങ്ങളും ഞാനും അവകാശം പറയുന്ന ആത്മാവിലേക്ക്, അല്ലെങ്കിൽ സ്വപുത്രന്റെ ആത്മാവിനെയാണ് ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത്. അവകാശമാക്കാൻ പറ്റും. 3ാമത്തത്, നമ്മുടെ മേളിൽ നിൽക്കുന്ന ഭയം മാറിപ്പോകും.
ഭയമില്ലാത്ത നിലയിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സാധാരണ ദൈവത്തെ അറിഞ്ഞവർ എല്ലാ നിലയിലും ഭാരപ്പെടാറുണ്ട്. ചിലവർ വിളിച്ചിട്ട് പറയും, തൊടുന്നതെല്ലാം പോരാട്ടമാണ്, തൊടുന്നതെല്ലാം പ്രശ്നമാണ്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സീസൺ മാറിയിട്ട് ഇതാ ഒരു അധികാരത്തിൻ്റെ സീസൺ, ഭയമില്ലാത്ത സീസൺ. ചിലതിനെ കീഴടക്കാൻ, ചിലതിൻ്റെ മേളിൽ വാഴാനുള്ള ഒരു അധികാരം നിങ്ങളുടെ മേലിലോട്ട് യേശു കൈമാറാൻ പോവുകയാണ്. കാരണം നിങ്ങൾ പിന്നെയും ഭയപ്പെടരുന്നതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട സ്വപുത്രൻ്റെ ആത്മാവിനെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മേളിൽ പകർന്നിരിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട സ്വപുത്രൻ്റെ ആത്മാവാണ്. അത് നമ്മെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ആത്മാവാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ 3 തലങ്ങൾ മറക്കരുത്. പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നമുക്ക് അധികാരം പറയാൻ പറ്റും. 2, നമ്മെ അവകാശത്തിലേക്ക് നടത്തും. 3, നമ്മൾ ഭയപ്പെടത്തില്ല. നമ്മുടെ മേളിൽ പകർന്നിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 2 തീമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 7-ാമത്തെ വാക്യം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഈ കേട്ട 2 വാക്യങ്ങൾ നമ്മളൊന്ന് ആഴമായി ചിന്തിച്ചാൽ, ഒന്ന്, ഈ ആത്മാവിൻ്റെ ശക്തിയെ നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റും. കെടുത്തുകയല്ല, ജ്വലിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കും എനിക്ക് വളരാൻ പറ്റും. ആത്മാവിൻ്റെ അധികാരം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ചലിക്കാൻ തുടങ്ങിയാണ്. 2-ാമത്തത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ഭയമാണ് നമ്മളെ ഒതുക്കിക്കളയുന്നത്. ഭയമാണ് എവിടെയോ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ അടച്ചു കളയുന്നത്. എന്നാൽ ഇത് ശക്തിയുടെ ആത്മാവാണ്. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ പുത്രത്വത്തിൻ്റെ ഏറ്റവും വലിയ തലമെന്ന് പറയുന്നത് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ചില വാതിലുകൾ തുറന്നു വരും. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു വരാൻ പോവുകയാണ്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. സ്നേഹം വെളിപ്പെടും നമ്മിൽ. എന്നെ കേൾക്കുന്നവരെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം. ഇത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴല്ല പോയി കരയേണ്ടത്, അല്ലെങ്കിൽ ഈ വ്യക്തി നല്ലവനായിരുന്നു എന്നും മരിച്ചു കിടക്കുമ്പോഴല്ല പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷനെ കണ്ട് ശുശ്രൂഷ നല്ലതാണ്, പ്രസംഗം നല്ലതാണെന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അറിവിൽ അദ്ദേഹം കുറച്ച് നാളുകൂടെ ജീവിക്കും. നിങ്ങളുടെ അപ്പനോടും അമ്മയോടും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണം. എന്നെ കേൾക്കുന്നവരെ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ. പുത്രത്വത്തിൻ്റെ ശക്തി ഒരാളുടെ മേളിൽ വന്നാൽ ഏത് വ്യക്തിയെ അവനെ സ്നേഹിക്കാൻ പറ്റും, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റും. ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെയും സ്നേഹിത എന്ന് വിളിക്കുവാൻ യേശുവിന് കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പുത്രത്വത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത, ഇത് ശക്തിയുടെ ആത്മാവാണ്. 2, ഇത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. 3, സുബോധത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും എല്ലാം സുബോധം വെളിപ്പെട്ടിരിക്കും. ഈ നിലയിലേക്കൊന്ന് വളരുവാൻ എത്ര പേർ എൻ്റെ കൂടെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അവരൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് ആഴമായ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പുത്രത്വത്തിനകത്ത് സാമ്പത്തിക നന്മകളുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നെ കേൾക്കുന്ന ഈ വചനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്, സർവശക്തനായ ദൈവത്തിൻ്റെ അവകാശിയാണ് ഞാനും നിങ്ങളും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്കും കൂടെ, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. ഈ 2 വാക്യങ്ങൾ ആഴമായി ശ്രദ്ധിച്ചാൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അവകാശികളാണ്. ആ അവകാശത്തെ പ്രാപിപ്പാനായിട്ടാണ് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാകും. പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ സാമ്പത്തിക വിടുതലുകൾ സംഭവിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ വചനം കൂടെ വായിച്ചു കേട്ടപ്പോൾ നമുക്ക് വ്യക്തത വന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മിലേക്ക് പുത്രത്വത്തിലൂടെ വെളിപ്പെട്ടു വരികയാണ്. കാരണം നാം ദൈവത്തിൻ്റെ അവകാശികളാണ്. അവകാശം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ദാരിദ്ര്യങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 32 വാക്യങ്ങളുള്ള 3 ഉപമകളെയാണ് കാണുന്നത്. അതിനകത്ത് 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഒരപ്പനും 2 മക്കളെയും ചേർത്തുള്ള ഉപമയാണ്. അതിനകത്ത് അപ്പൻ വലിയ സമ്പന്നനാണെന്നുള്ളത് വ്യക്തതയാണ്. ഇളയ മകൻ അവന് ലഭിക്കാനുള്ള സമ്പത്ത് മുഴുവൻ വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാവിന് വലിയ സമ്പത്തുള്ളവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ്.
ആ വലിയവനായ ദൈവത്തെയാ നമ്മുടെ പിതാവായി നാം കാണുന്നത്. പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതാ പിതാവിനോട് ആ ധൂർത്തപുത്രൻ ചോദിക്കുകയാണ്, എനിക്കുള്ള സ്വത്ത് തരണം. നിങ്ങളൊന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കൂ. പിതാവേ, എനിക്കുള്ള നന്മ തരണമേ. ഒന്നുകൂടെ പറഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേളിൽ ഇട്ടുകൊള്ളുവിൻ. കരുതുന്ന ഒരു പിതാവ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു വലിയവനായ ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ എബേസ് എന്നൊരു ഭക്തനുണ്ട്. അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേ വ്യസനപുത്രനായിട്ടാണ് വെളിപ്പെട്ടു വരുന്നത്. അവൻ്റെ അമ്മ അവൻ എബേസ് എന്ന് പേരിട്ടു. എന്നാൽ എബേസിനൊരു കാര്യം അറിവായി വന്നു, ഇസ്രായേലിന്റെ ദൈവം അതിരുകളെ വിശാലമാക്കുന്നവനാണ്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അവകാശം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ വാലല്ല തല തന്നെയായിത്തീരും. നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഓടി വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഉപമയിൽ ശ്രദ്ധിച്ചാൽ, ഇതാ തനിക്ക് കിട്ടാനുള്ള സമ്പത്തെല്ലാം വാങ്ങി അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഒരാളെ സമ്പന്നതയിലേക്ക് വരുന്നതും ദരിദ്രനായി തീരുന്നതും എങ്ങനെയെന്നുള്ളത് ഈ പുത്രത്വത്തിനകത്ത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അപ്പനുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവൻ സമ്പന്നനായി തീരുകയാണ്. അപ്പനോടുകൂടെ ജീവിക്കുമ്പോൾ അവൻ ഒന്നിനും കുറവില്ലായിരുന്നു കേട്ടോ. അവന് കിട്ടാനുള്ളതെല്ലാം അപ്പൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങി അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. അവിടുത്തെ ക്ഷാമത്തിൽ അവൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവിടെ ഒരു യജമാനനെ സമീപിച്ച് അവൻ്റെ പന്നികളെ മേയ്ക്കുവാൻ അവന് ജോലി ലഭിക്കുകയാണ്. ആ പന്നികളുടെ ആഹാരം തിന്നുവാൻ അവൻ നോക്കിയിട്ടും അവനത് ലഭിച്ചില്ല. ആ സമയത്ത് അവൻ പിതാവിൻ്റെ ഭവനം ഓർക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് സമ്പത്ത് വർദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിനകത്തും നിലനിൽക്കുന്ന വിടുതലുകൾ വെളിപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നാം പിതാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നിങ്ങൾ ഈ ഭാഗം മുഴുവൻ ശ്രദ്ധിക്കാമെങ്കിൽ ഇവിടുത്തെ ആഴം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. പിതാവിൽ നിന്ന് അകന്നു പോകുന്ന പുത്രൻ ദാരിദ്ര്യം കാണുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദാരിദ്ര്യത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിതാവിൽ നിന്നുള്ള അകൽച്ചയാണ്. രണ്ടാമത്തത്, നമ്മുടെ കയ്യിൽ വന്ന സമ്പത്തിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവനെ നിയന്ത്രിക്കുവാൻ ഒരു പിതാവില്ല ഇവിടെ. ഇവൻ അനാഥത്വം അനുഭവിക്കുന്നവരാണ്. അനാഥത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഒന്നിനകത്തും സ്ഥിരതയുള്ളവനായിരിക്കത്തില്ല. എല്ലാത്തിനകത്തും ഭയം കാണും, എല്ലാത്തിനകത്തും ജയം കാണത്തില്ല, എല്ലാം തോൽവിയിലായിരിക്കാം, എല്ലാത്തിനകത്തും തോൽവിയിലേക്കായിരിക്കും പോകുന്നത്. കാരണം ബലപ്പെടുത്തുന്ന ഒരു പിതാവ് കൂടില്ലല്ലോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തുന്നതാണ്. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഞാൻ പരാജയപ്പെട്ട മിസ്രൈമിലേക്ക് ദൈവ സാന്നിധ്യം എന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ദൈവം മോശയോട് പറയുക, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം കൂടുണ്ടെന്നുള്ള ഉറപ്പ്, അപ്പൻ കൂടുണ്ടെന്നുള്ള ഉറപ്പ് ദാവീദിൻ്റെ മേളിൽ വരുമ്പോൾ ദാവീദ് പറയുകയാണ്, ഏത് മതിലും ഞാൻ ചാടിക്കടക്കും. നിങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തോട് ഒന്നുകൂടെ അടുക്കാൻ പോവുകയാണ്. ഈ മനുഷ്യൻ കടബാധ്യതയിലേക്ക് വന്നതും കയ്യിലെ സമ്പത്തെല്ലാം നഷ്ടമായി പോകുന്നതിനകത്തും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള അകൽച്ചയാണ്. രണ്ടാമത് ഇവൻ്റെ അനാഥത്വമാണ്. എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ഒരാൾ നിയന്ത്രിക്കാനില്ല, ഒരാൾ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാനില്ല. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇവൻ്റെ ദുർനടപ്പാണ്. ഹല്ലേലൂയ, ഇവൻ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു. പിതാവുള്ള ഒരു മകൻ്റെ പ്രത്യേകത, പുത്രത്വത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നിന്നെ വഴി കാണിക്കാൻ നിന്റെ പിതാവ് കൂടെ നടക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ തലം ചിലവരെ വെളിയിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വഴികാട്ടിയാണ്. ദൈവം നിങ്ങൾക്ക് വെളിച്ചം വെളിപ്പെടുത്തുന്നവരാണ്. ഇപ്പോൾ തന്നെ ചിലവരെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോവുകയാണ്. ചിലവർക്ക് അസാധാരണമായ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരെ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ, ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമായി തീരുകയാണ്. ഞാൻ ഒന്നുകൊണ്ടൊരു ആഴം നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യമാണ്. വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴൊക്കെ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നാലാമത്തെ ചിന്ത, തെറ്റായ ബന്ധങ്ങൾ. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ, നമ്മെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ ഒത്തിരി തെറ്റായ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. എന്നെ കേൾക്കുന്നവരെ, പല കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയത്
അവരുടെ സമ്പത്തിനെ മോഹിച്ച് അവരെ തെറ്റായ ബന്ധങ്ങളിലേക്ക് നടത്തിയതാണ്. നിങ്ങൾ ചിന്തിക്കാമെങ്കിൽ ചിന്തിച്ചു നോക്കിയോ, ഉയർന്ന നിലയിൽ ജീവിച്ച പലരും ഇന്നൊന്നുമില്ലാതായി പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തെറ്റായ ബന്ധമാണ്. എന്നോട് പ്രാർത്ഥിക്കാമെന്ന പല വിഷയങ്ങളും എനിക്കറിയാം. അവരുടെ സമ്പത്ത് ഒഴുകിപ്പോയ ഒരു മേഖല ഈ തെറ്റായ ബന്ധമാണ്. സ്വന്തം കുടുംബം വിട്ടിട്ട് അന്യ ബന്ധങ്ങളിലേക്ക് പോയതാണ്. നിങ്ങൾ ഇന്ന് ഒന്ന് മടങ്ങി വരാൻ പറ്റുമെങ്കിൽ ഈ 4 വിഷയങ്ങളാണ് ഒരുവനെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പിതാവിൽ നിന്നുള്ള അകൽച്ച, 2 അനാഥത്വം, 3 തെറ്റായ വഴികൾ, 4 തെറ്റായ ബന്ധങ്ങൾ. ഈ 4 വിഷയങ്ങൾ നമ്മെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ പിതാവിലേക്ക് അടുത്തു വരുന്നവന് അസാധാരണമായ ഉയർച്ചയുണ്ട്. ഈ പിതാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ പിതാവ് നിന്നെ സ്നേഹിച്ചവനാണ്. ഈ പിതാവ് നിനക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത്ഭുതകരമായ ഒരു കൈമാറ്റത്തിനായിട്ട് ആ കണ്ണുകൾ ഒന്ന് അടച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങിലേക്കൊന്ന് മടങ്ങി വരികയാണ്. പിതാവിത ദൂരത്തുനിന്ന് അവനെ കാണുകയാണ്. ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടി അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. മേൽത്തരമായ അങ്കി കൊണ്ടൊന്ന് അവനെ പുതപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാണ് മാനസാന്തരം. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ ആഴമാണ് മാനസാന്തരം എന്നുള്ളത്. തെറ്റായ മാർഗത്തിൽ പോകുന്ന ഒരാൾ തിരിച്ച് പിതാവിലേക്ക് മടങ്ങി വരുമെങ്കിൽ അവനെ അധികത്തിൽ മാനിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. എന്നെ കേൾക്കുന്നവരെ, മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന മാർഗം കറക്റ്റ് അല്ലെന്ന് മനസ്സിലായാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കല്ല നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലായാൽ നിങ്ങൾ ആ വാഹനത്തെ തിരിക്കാൻ തയ്യാറാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പോകുന്ന വാഹനത്തിൻ്റെ പൈസയും സമയവും വെറുതെ പോവുകയാണ്. കാരണം നിങ്ങൾ എവിടേക്കെന്ന് അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കറക്റ്റ് റൂട്ടിലേക്ക് തിരിയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പിതാവിലേക്ക് ഒന്ന് അടുക്കാൻ പറ്റുമെങ്കിൽ, കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിത്യത വരെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ആത്മാവിൻ്റെ വഴി കാണിക്കണമേ അപ്പ. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വെളിപ്പെടണമേ അപ്പ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ പറ്റുന്നവർ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്നൊന്നര വർഷം മുമ്പ് ദൂത് പറഞ്ഞു 2024 ഓഗസ്റ്റിൽ നിനക്കൊരു ജീവിതം തിരിയും. അത് ആ സമയം കഴിയുമ്പോഴത്തേക്കും നിനക്കൊരു പുതിയ തലമുറ ദൈവം തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, പാസ്റ്റർ പറയുന്നു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു തലമുറ തരുമെന്ന്. എൻ്റെ ഹസ്ബൻഡ് നവംബറൊക്കെ ആകുമ്പോഴല്ലേ വരത്തുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ഞാൻ പക്ഷേ ഓഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് വന്ന്, കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വരേണ്ടി വന്നാലും നമുക്ക് ഒരു ബേബി പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്വം അല്ലേ അത്. പക്ഷേ എനിക്കറിയത്തില്ല, സെപ്റ്റംബർ മാസം കഴിഞ്ഞപ്പം ഒക്ടോബറിൽ ഞാൻ പ്രഗ്നൻ്റായി. ഞാനെപ്പോഴും ദൈവത്തോട് ചോദിക്കും, ഈ വാഗ്ദത്വം എനിക്ക് എല്ലാ പാസ്റ്റ് വരുമ്പോഴും ഭയങ്കര വാഗ്ദത്വമാണ്. ഈ വാഗ്ദത്വം ഒന്നും നടക്കുന്നില്ലല്ലോ ദൈവമേ. അപ്പോഴാണ് എനിക്കിതൊരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടി. അപ്പം ഞാൻ പറഞ്ഞ ഇച്ഛായാ, ദൈവം പറഞ്ഞ വാഗ്ദത്വം അല്ലേ. അപ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടെങ്കിൽ ദൈവത്തിന് തന്നല്ലേ പറ്റത്തുള്ളൂ. ദൈവം നിവർത്തീകരിച്ചത് അതുപോലെ ഓരോ വാഗ്ദത്തങ്ങളും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് കേൾപ്പിച്ച സാക്ഷ്യത്തിനായി നന്ദി. കർത്താവിൻ്റെ കരം ഹല്ലേലൂയ വെളിപ്പെട്ടതിനായി നന്ദി. ഹല്ലേലൂയ. ഈ ദൂത് ഈ സഹോദരിയോട് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് ഇസസ് വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഈ ചയൻ നവംബറിലേ വരത്തുള്ളൂ, ഓഗസ്റ്റിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എങ്ങനെ നടക്കും, ഇതൊക്കെ പ്രശ്നമാകുമോ എന്ന് ചോദിച്ചു. പക്ഷേ ദൈവം പറഞ്ഞത് മാറത്തില്ല. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. കർത്താവിന് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഞാനത് ഈ വർഷം ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കുന്നു. പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് മാറത്തില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവർ പുത്രത്വത്തിൽ ബലപ്പെടട്ടെ, അത്ഭുതം ഇവർ കാണട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ഇവർ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.